പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം ജന്മദിനം. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3 വട്ടം തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന നേട്ടം അദ്ദേഹത്തിനുണ്ട്. പ്രധാനമന്ത്രിക്ക് 24ന്റെ ജന്മദിന ആശംസകൾ. ഒരു നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ മാറ്റത്തിന്റെ ഉത്തേജക ശക്തികളിൽ ഒരാളാണ്. 2014 പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മുതൽ സാമ്പത്തിക ചലനാത്മകതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും മികച്ച പരിഗണന നൽകുന്ന പുതിയ ഇന്ത്യയെപ്പറ്റിയുള്ള വീക്ഷണമാണ് മോദി പങ്കുവച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഊന്നൽ നൽകുക വഴി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധമാണ് മോദി പകരുന്നത്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിലായിരുന്നു മോദിയുടെ ജനനം. ചെറുപ്പം മുതൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ അംഗമായിരുന്ന മോദി 1987 BJP ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായതോടെയാണ് ജനശ്രദ്ധയിലെത്തിയത്. കഠിനാധ്വാനം കൊണ്ടും ആത്മാർപ്പണം കൊണ്ടും പാർട്ടിയിൽ പടിപടിയായി ഉയർന്ന മോദി 2001 മുതൽ 2014 മെയ് 16 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. 2014 പ്രധാനമന്ത്രിയായ ശേഷം നടപ്പാക്കിയ നോട്ട് നിരോധനം കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയെങ്കിൽ ശുചിത്വ പ്രചാരണമായ സ്വച്ഛ് ഭാരത് അഭിയാൻ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2019 രണ്ടാം വട്ടവും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയതും പൗരത്വ ഭേദഗതി നിയമവും പ്രതിഷേധങ്ങൾക്കിടയാക്കി. മോദിയുടെ ഗ്യാരണ്ടിയിൽ BJP മത്സരിച്ച 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിൽ BJP എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടത് മോദിയുടെ തിളക്കം കുറച്ചിട്ടുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദി. മൂന്നാം മോദി സർക്കാർ 100 ദിവസം പിന്നിട്ടപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതും ലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വളർന്നതും മോദിയുടെ ജന്മദിനത്തിന് കൂടുതൽ തിളക്കം പകർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രിക്ക് 24ന്റെ ജന്മദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ഈ അടുത്തിടെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ വിവിധ TV ചാനലുകൾ, ന്യൂസ് ചാനലുകൾ ഉള്ള അതിൻ്റെ മേധാവികളുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കാൻ അവസരം കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഈ ഓഫീസിനുള്ളത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പരിചിതനായ ഒരാളോട് സംസാരിക്കുന്ന പോലെ വളരെ അനൗപചാരികമായിട്ട് അദ്ദേഹം സംസാരിക്കും, തമാശകൾ പൊട്ടിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ യോഗയിലുള്ള വിശ്വാസമൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ആരോഗ്യവാനായി തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യങ്ങളും നമ്മൾ നേരുന്നു.